ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ആദ്യം എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നും അതുപോലെ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യം ഒരു തയ്യൽ മെഷീനാണ് വേണ്ടത്. എൻ്റെ കയ്യിലുള്ളത് സിംഗറാണ്. ഇത് മേടിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടോ. നമുക്ക് തയ്യൽ പഠിക്കണമെങ്കിൽ പുതിയ മെഷീൻ തന്നെ വേണമെന്നില്ല. നമുക്ക് സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കാൻ കിട്ടും. 1500 2000 രൂപയോ കൊടുത്താൽ മതി. അങ്ങനെ നമുക്കൊരു മെഷീൻ മേടിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കത്രിക, ടേപ്പ്, അതുപോലെ ചോക്ക്, ത്രെഡ്, നൂലിൻ്റെ ബോക്സാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് ഒരു സ്കെയിലാണ്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവസാനം വരെ കാണാം കേട്ടോ. നമുക്ക് ഇതുപോലൊരു കത്രിക വേണം. ഇത് നമുക്ക് സ്റ്റീലിൻ്റെ മേടിക്കാൻ കിട്ടും. ഇത് ഇരുമ്പിൻ്റെ കത്രികയാണ്. സ്റ്റീലിൻ്റെയും മേടിക്കാൻ കിട്ടും. 350-400 രൂപയോളം വരും. അപ്പോൾ ഇതുപോലൊരു കത്രിക മേടിക്കുക. നമ്മൾ കത്രിക എപ്പോഴും പേപ്പർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കരുത്, തുണി കട്ട് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. പിന്നെ വേണ്ടത് ചോക്കാണ്. ചോക്ക് നമുക്ക് ഒരു പാക്കറ്റിൽ 4 5 വെച്ച് കിട്ടും. ഒരു പാക്കറ്റിന് 10 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് തുണി മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലൊരു ചോക്ക് വാങ്ങിക്കുക. ഇനി നമുക്ക് വേണ്ടത് ടേപ്പാണ്. ടേപ്പിന് 2 വശമുണ്ട്. നമുക്ക് തുണി അളക്കാനായിട്ട് മെയിനായിട്ട് ടേപ്പ് വേണം. ഇതില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും ടേപ്പ് മേടിക്കുക. ഇതിൻ്റെ അളവിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ടേപ്പായി. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം, എങ്കിലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നൂൽ ബോക്സ് നോക്കാം. നമുക്ക് ഇതുപോലെ ബോക്സായിട്ട് മേടിക്കാൻ കിട്ടും, ലൂസായിട്ടും മേടിക്കാൻ കിട്ടും. ബോക്സായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഒരു ബോക്സിന് 110 രൂപയേ ഉള്ളൂ. അതിൽ 20 എണ്ണം ഉണ്ടാവും. പല കളറുകളിലും ത്രെഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ബോക്സ് മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി കടകളിൽ നിന്ന് മേടിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് നൂല്. സ്പൺ പോളിസ്റ്റർ ത്രെഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നൂലാണ്. അപ്പോൾ ഇതുപോലെ നൂല് മേടിക്കുക. ഒരു ബോക്സായിട്ട് തന്നെ മേടിക്കുക. അപ്പോൾ വിലയും കുറവാണ്. നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിന് ഒരുപാട് നൂല് ആവശ്യം വരും. അപ്പോൾ ഒരു ബോക്സായിട്ട് തന്നെ മേടിക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്കെയിലാണ്. ഇത് പിന്നെ എല്ലാവരുടെയും വീടുകളിലും കാണും. കുട്ടികളൊക്കെ പഠിക്കുന്ന വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു സ്കെയിൽ വേണം. എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ടേപ്പിൻ്റെ അളവിനെക്കുറിച്ച് ഞാൻ പറയാം. ടേപ്പിന് 2 വശം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു വശമാണ് ഇത്. ഇത് നമ്മൾ സെൻറ്റിമീറ്ററായിട്ടാണ് കണക്കാക്കുന്നത്. കണ്ടോ, ഇത് സെൻറ്റിമീറ്ററാണ്. നമുക്കിപ്പോൾ ഒരു കടയിൽ പോയിട്ട് 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ തുണി വേണമെന്ന് പറയുമ്പോൾ അവർ സെൻറ്റിമീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് തരുന്നത്. കണ്ടോ, 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്ററായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ നമുക്ക് തുണി കട്ട് ചെയ്ത് തരുമ്പോൾ ഈ 100 സെൻറ്റിമീറ്ററിലാണ് അളന്നെടുത്തിട്ട് തുണി കട്ട് ചെയ്ത് തരിക. ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ടേപ്പിൽ 1.5 മീറ്റർ അളവുണ്ട്. 150 അല്ലെങ്കിൽ 152 സെൻറ്റിമീറ്ററോളം നമ്മുടെ ടേപ്പിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ടേപ്പിൻ്റെ ഈ വശം നോക്കാം. ഇത് നമ്മൾ ഇഞ്ചായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ തുണിയിൽ അളവ് മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് അളന്നിട്ടാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. ഇപ്പോൾ കഴുത്തകലം അല്ലെങ്കിൽ കൈക്കുഴി, ഷോൾഡർ, അതുപോലെ വേസ്റ്റ് ലെങ്ത്ത്, അതൊക്കെ നമ്മൾ അളന്നെടുക്കുന്നത് ഇഞ്ചിലാണ്. അപ്പോൾ നമ്മൾ ഇഞ്ച് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ടേപ്പിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ പഴയൊരു തുണി എടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവും പഴയ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു കഷ്ണം മതി. ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം സ്കെയിൽ വെച്ച് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ഒരു 2 3 ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്ക്വയർ വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്ക്വയർ വരച്ചു കൊടുക്കാം. ഇതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാനിനി ഇവ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ലൈന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ലൈന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ ലൈനിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ വളഞ്ഞു പോവില്ല. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കുറേ ലൈനുകൾ ഇട്ടതിന് ശേഷം
സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും വളഞ്ഞു പോവില്ല. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലൂടെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ച് പതുക്കെ നീക്കി വേണം റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്ത് റൗണ്ട് കഴുത്ത് അതുപോലെ ആലില കഴുത്ത് അങ്ങനെ ഓരോ കഴുത്ത് ഡിസൈൻ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും നമുക്ക് പതുക്കെ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് സ്ക്വയർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ എൻഡ് വരുന്ന ഭാഗത്ത് സൂചി പതുക്കെ കുത്തി ഇറക്കണം കേട്ടോ. പതുക്കെ കുത്തി ഇറക്കുക. എന്നിട്ട് പ്രഷർ ഫൂട്ട് മുകളിലേക്കാക്കുക. എന്നിട്ട് പതുക്കെ തുണി തിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പ്രഷർ ഫൂട്ട് താഴ്ത്തുക. എന്നിട്ട് വീണ്ടും തയ്ക്കുക. ആ ലൈനിലൂടെ വീണ്ടും തയ്ച്ചു കൊടുക്കുക. ഇനി നമുക്ക് സൂചി കുത്തി നിർത്താം. തുണി തിരിച്ചു കൊടുക്കുക. പ്രഷർ ഫൂട്ട് മേലെ ആക്കണം, അത് മറക്കരുത്. ഇനി നമുക്ക് പ്രഷർ ഫൂട്ട് താഴ്ത്തിയതിന് ശേഷം വീണ്ടും തയ്ച്ചു കൊടുക്കുക. പതുക്കെ ചെയ്താൽ മതി. സൂചിയൊന്നും കയ്യിൽ തട്ടരുത്, പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതുപോലെ സൂചി കുത്തിയിറക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് പ്രഷർ ഫൂട്ട് താഴ്ത്തിയതിന് ശേഷം പതുക്കെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതെല്ലാം ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കാം. ഇനി നമുക്ക് തുണി തയ്ക്കുമ്പോൾ കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ടൊരു തുണി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തയ്ക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇതിങ്ങനെ പിഞ്ഞ് വരും. നമ്മളിപ്പോൾ കെട്ടിട്ടില്ല, അപ്പോൾ ഇതുപോലെ പിഞ്ഞ് വരും. ഇനി നമുക്ക് കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി തുണി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ പ്രഷർ ഫൂട്ട് മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും തുണി ചലിപ്പിക്കുക കേട്ടോ. തുണിയാണ് ചലിപ്പിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഒന്നുകൂടി കാണിക്കാം. പ്രഷർ ഫൂട്ട് മുകളിലേക്ക് ഉയർത്തുക. തുണി പതുക്കെ ഫ്രണ്ടിലോട്ടും അതുപോലെ ബാക്കിലോട്ടും പതുക്കെ ചലിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ കെട്ടിടുക. ഇങ്ങനെയാണ് കെട്ടിടുന്നത്. ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നൂലിടാതെ നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ കെട്ടിട്ട് കഴിഞ്ഞു. നമുക്ക് വേറൊരു മാർഗ്ഗമുണ്ട്. എളുപ്പത്തിൽ കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുണി ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രഷർ ഫൂട്ട് ഉയർത്തി തുണി തിരിച്ചതിന് ശേഷം പ്രഷർ ഫൂട്ട് താഴ്ത്തി വീണ്ടും തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇനി പ്രഷർ ഫൂട്ട് മുകളിലേക്ക് ഉയർത്തുക. ഇനി പ്രഷർ ഫൂട്ട് താഴ്ത്തുക. എന്നിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് കെട്ടിട്ട് പഠിക്കാം. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കെട്ടിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തുണി പിഞ്ഞ് വരില്ല, കണ്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. താങ്ക് യു.